ക്രിക് ടോക്സ് തലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഇന്നലെ RCB വീണ്ടും വിജയിച്ചു. LSG ആണ് അവർ പരാജയപ്പെടുത്തിയത്. ഇന്നലത്തെ കളി നമുക്ക് വിശദമായിട്ട് നോക്കിയാൽ, ടോസ് കിട്ടിയിട്ട് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ RCB നായകൻ രജത് പട്ടിദാർ ബൗളിംഗ് തിരഞ്ഞെടുത്തു. അപ്പൊ ചിന്നസ്വാമി സ്റ്റേഡിയത്തില് ഒരു വലിയ റൺസ് വരണം, ഇല്ലെങ്കിൽ ഒരു ചാൻസും വിജയിക്കാനില്ല എന്ന് ലക്നൌവിന് അറിയാം. പക്ഷെ ലക്നൌയുടെ ബാറ്റിങ്ങിൽ വലിയ കാര്യമായിട്ടൊന്നും അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവർക്ക് വേണ്ടി ഓപ്പണിങ്ങിൽ മിച്ചൽ മാഷും എയ്ഡൻ മർക്കറും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്തു. പക്ഷേ നാലാമത്തെ ഓവറിൽ, അതായത് മൂന്നാമത്തെ ഓവർ അവസാനം നാലാമത്തെ ഓവറിൽ എയ്ഡൻ മർക്കറത്തിനെ റാസിഖ് സലാം പറഞ്ഞു കൊടുത്ത് ദേവദത്ത് പടിക്കലിനെ പിടിച്ചിട്ട് പുറത്താവുന്നത്. അദ്ദേഹം 8 പന്തിൽ 12 റൺസ് എടുത്തിട്ട് മാർക്കറം പോകുന്നു. പിന്നെ തൊട്ടു പിറകെ നമ്മുടെ നായകൻ, ലക്നൌ നായകൻ ഋഷഭ് പന്ത് എത്തുന്നു. ഋഷഭ് പന്ത് വന്നിട്ട് എന്താണ് കളിക്കുന്നത്? അദ്ദേഹം ആദ്യത്തെ 2 ബോൾ സ്ട്രഗിൾ ചെയ്യുന്നു, മൂന്നാമത്തെ പന്തിൽ അത് റിട്ടയർഡ് ഔട്ടായി പോകുന്നു. ഋഷഭ് പന്ത് റിട്ടയർഡ് ഔട്ടാവുന്നു. പിന്നെ നിക്കോളാസ് പൂറൻ വരുന്നു. നിക്കോളാസ് പൂറൻ യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ സീസണിലും, അതായത് 2026 സീസണിൽ വളരെയധികം ദയനീയാവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അതായത് സ്ട്രൈക്ക് റേറ്റ് 118 ആണ് 2026. എവറേജ് ആവട്ടെ 25 28 അങ്ങനെ എന്താണ് എവറേജ്, അദ്ദേഹത്തിന്റെ എവറേജിന്റെ ആയിരിക്കും. അദ്ദേഹം വളരെ മോശം ഫോമിലെ കൂടെ സ്ട്രഗിൾ ചെയ്യുന്നു. അദ്ദേഹത്തിന് ഇന്നലെ 7 പന്തിൽ 1 റൺസാണ് അദ്ദേഹം എടുക്കുന്നത്. അദ്ദേഹം ക്ലീൻ ബൗൾഡ് ആവുന്നു. ന്യൂസിൽ വിട്ടിന്റെ പന്തിൽ പ്ലെയിൻ ആയതാണ് ക്ലീൻ ബൗൾഡ് ആയി. അപ്പോ മിച്ചൽ മാഷ് ഒരു കാലത്ത് വളരെ പതുക്കെ കളിച്ചു പോകുന്നു. അദ്ദേഹത്തിന്റെ കുത്തി കളിക്കുന്നു കൃണാൽ പാണ്ഡ്യ. കൃണാൽ പാണ്ഡ്യ ഇപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ബോളറായി മാറിയിട്ടുണ്ട് IPL. എല്ലാ കളികളിലും 2 വിക്കറ്റ് വെച്ചിട്ട് കൃണാൽ പാണ്ഡ്യ കിട്ടുന്നുണ്ട്. 32 പന്തിൽ 40 റൺസാണ് മിച്ചൽ മാഷ് എടുക്കുന്നത്. പിന്നെ മിച്ചൽ മാഷോടൊപ്പം ആയുഷ് ബഡോണി വരുന്നു. ആയുഷ് ബഡോണി വന്നിട്ട് മിച്ചൽ മാഷ് പോകുന്നു. പിന്നെ ആയുഷ് ബഡോണി എത്തുന്നു. ആയുഷ് ബഡോണിയും അദ്ദേഹം 24 പന്തിൽ 38 റൺസ്. അപ്പൊ അബ്ദുൾ സമദ് 2 പന്തിൽ 0 റൺസ്. ഇങ്ങനെ ഒരു ഭാഗത്ത് വിക്കറ്റുകൾ പോയിക്കൊണ്ടേ നിൽക്കുകയാണ്. പിന്നെയാണ് മുകുൾ ചൗധരി. മുകുൾ ചൗധരിനെ പറഞ്ഞില്ലേ, അതേ മുകുൾ ചൗധരി വന്നിട്ട് ഇന്നലെ 28 പന്തിൽ 39 റൺസാണ് എടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ആയുഷ് ബഡോണിയും മുകുൾ ചൗധരിയും കൂടി ചേർന്ന് കുറച്ച് സമയം ക്രീസിൽ പിടിച്ചു നിന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ അവർക്ക് കാര്യമായിട്ട് ഇമ്പാക്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. മുകുൾ ചൗധരി 3 4 2 6 കൊടുത്ത് റാസിഖ് സലാമിനെ പന്തിൽ ക്ലീൻ ബൗൾഡ് ആവുന്നു. എന്നാലും നിക്കോളാസ് പൂറൻ ക്ലീൻ ബൗൾഡ്, മിച്ചൽ മാഷ് ക്ലീൻ ബൗൾഡ്, മുകുൾ ചൗധരി ക്ലീൻ ബൗൾഡ്, ഇങ്ങനെ ബൗൾഡാക്കി വിടുന്നു. പിന്നെ ഋഷഭ് പന്ത് എത്തുന്നു. ഋഷഭ് പന്ത് വന്നിട്ട് അദ്ദേഹം 6 പന്ത് 1 റൺസ് എടുക്കുന്നു. റിട്ടയർഡ് ആയിട്ട് വന്നിട്ട് അദ്ദേഹത്തിന് 3 ബോളും കൂടി ഫേസ് ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം ഒരു ഫുൾ ടോസ് ബോൾ വരുന്നു, ലോ ഫുൾ ടോസ് ബോൾ അദ്ദേഹം ഫ്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഫുൾ ടോസ് ഒരു സൂപ്പർ ക്യാച്ച്, ഒരു ഡൈവിംഗ് ക്യാച്ചിൽ ഋഷഭ് പന്ത് പോകുമ്പോൾ ലക്നൗ ആകെ പരിതാപകരത്തിലേക്ക്. നമ്മുടെ ഋഷഭ് പന്ത് പോകുന്ന സമയത്ത് ലക്നൗ 17 ഓവറിൽ 124 റൺസാണ് ഉള്ളത്. പിന്നെ മുകുൾ ചൗധരി കാര്യം നമ്മൾ പറഞ്ഞു, അദ്ദേഹം ഔട്ടാവുന്നു. അദ്ദേഹം ജോർജ് ലിൻഡെയാണ് ഇമ്പാക്ട് പ്ലെയർ ഇറക്കിവിട്ടത്. ജോർജ് ലിൻഡെ ഹസരംഗക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് വന്ന താരമാണ്. അദ്ദേഹത്തിന് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മികവ് കാട്ടാൻ പറ്റും. പക്ഷെ ഇന്നലെ 7 പന്തിൽ 7 റൺസുമായി ജോർജ് ലിൻഡെ ഭുവനേശ്വർ കുമാറിന്റെ പന്തിൽ ടിം ഡേവിഡ് പിടിച്ച് പുറത്താകുമ്പോൾ മുഹമ്മദ് ഷമി ഗോൾഡൻ ഡക്കാക്കി കൊടുത്തു ഭുവനേശ്വർ കുമാർ. ഇത്തവണയും ക്ലീൻ ബൗൾഡ് ആണ്. രാവേഷ് ഖാനും ക്ലീൻ ബൗൾഡ് ആക്കുന്നു. റാസിഖ് സലാം 2 പന്തിൽ 1 റൺസ്. ദിഗ്വിഷ് നോട്ട് ഔട്ട്. അങ്ങനെ 20 ഓവറിൽ 146 റൺസ്. ഈ പിച്ചിൽ ഒട്ടും വിജയിക്കാൻ സാധ്യതയില്ലാത്ത സ്കോർ. അത് മറുപടി ബാറ്റിംഗിൽ RCB കാണിച്ചു തന്നില്ലേ. RCB എന്താണ് ചെയ്തത്? തുടക്കത്തിൽ ഫിൽസാൾട്ട് നഷ്ടപ്പെട്ടു, ശരിയാണ്. 8 പന്തിൽ 7 റൺസുമായി ഫിൽസാൾട്ട് പോകുന്നു. പിന്നെ വിരാട് കോഹ്ലി ഒരു ഭാഗത്ത് അനായാസം റൺസ് അടിച്ചു പോകുന്നു. അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധമായ ശൈലി, അദ്ദേഹം ബാറ്റ് ചെയ്യുമ്പോൾ RCBക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അദ്ദേഹം 34 പന്തിൽ 49 റൺസ് എടുത്തിട്ട് വിരാട് കോഹ്ലി ഔട്ടാകുന്നു. അദ്ദേഹത്തിനാണ് ഇപ്പൊ ഓറഞ്ച് ക്യാപ്പ്. ഈ സീസണിൽ ഓറഞ്ച് ക്യാപ്പ് അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത്, കളിക്ക് ശേഷം അദ്ദേഹം പറയുന്നത്, ഞാൻ 100% ഫിറ്റ് അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എനിക്ക് ചെറിയ സ്ട്രഗിളിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഫിറ്റ് അല്ല, എന്നാൽ പോലും ഈ കളി വിജയിപ്പിക്കാൻ പറ്റുന്ന സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഈ പിച്ചിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, പിച്ച് അല്പം സ്ലോവർ പിച്ചായി മാറുന്നുണ്ടെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു.
അദ്ദേഹം ഭയങ്കര ഹോട്ടാണ്, അതുകൊണ്ട് ബോളേഴ്സിന് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് അപ്രോച്ചിലെന്നും വിരാട് കോഹ്ലി പറയുന്നു. പിന്നെ വിരാട് കോഹ്ലിയും നമ്മുടെ ദേവദത്ത് പടിക്കൽ യഥാർത്ഥത്തിൽ ഇന്നലെ 10 പന്തിൽ 10 റൺസ് മാത്രമേ പടിക്കൽ എടുക്കുന്നുള്ളൂ. പടിക്കലിന്റെ വിക്കറ്റ് പടിക്കലിനെ ആവേശ് ഖാനാണ് എടുക്കുന്നത്. ഹിമ്മത് സിംഗ് അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് വന്നത്, കാരണം ഋഷഭ് പന്ത് ഫീൽഡ് ചെയ്യാന്ന് വെച്ചാൽ സ്റ്റാൻഡിംഗ് ക്യാപ്റ്റനായിട്ട് നിക്കോളാസ് പൂറ ഉണ്ടായത്. രജത് പട്ടിദാർ അദ്ദേഹത്തിന് എപ്പോഴും ചെയ്തിട്ട് ബാറ്റ് ചെയ്ത് 13 പന്തിൽ 27 റൺസ് ആനടിച്ചു. അതിനെ 3 സിക്സറുകളും 1 4 മടക്കി 27 റൺസ്. ജിതേഷ് ശർമ്മ 9 പന്തിൽ 23 റൺസാണ് ജിതേഷ് ശർമ്മ എടുത്തത്. ടിം ഡേവിഡ് 8 പന്തിൽ 14. ടിം ഡേവിഡിന്റെ കാര്യത്തില് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർ അനായാസം വിജയത്തിലേക്ക് പോകുമായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പ്രിൻസ് ഒരു 3 വിക്കറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. 12ാമത്തെ ഓവറിലാണ് അവസാനത്തെ വിക്കറ്റ് വിടുന്നത് ശരിയാണ്. പക്ഷെ 14ാമത്തെ ഓവറിൽ ദിഗ്വേശ്വരാത്തിന്റെ ഓവറിൽ ടിം ഡേവിഡ് അടിച്ച അടിയുണ്ട്. അബ്ദുൾ സമദ് സൂപ്പറായിട്ട് ക്യാച്ച് എടുക്കുന്നു, പക്ഷേ ബൗണ്ടറി കഴിയുമ്പോൾ ഇപ്പുറത്തേക്ക് പന്തെടുത്ത് ഏഴൻ മാർക്ക് കയറ്റിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. മാർക്ക് കുറച്ചുകൂടി മുമ്പോട്ട് പോയി. ഇല്ലെങ്കിൽ ഒരു പക്ഷേ കളിയുടെ ഗതി മാറുന്ന പറയുന്നവർക്കുണ്ട്. കാരണം ടിം ഡേവിഡ് പോയാൽ പിന്നെ അവർക്ക് വരാനുള്ളത് കൃണാൽ പാണ്ഡ്യയും ഭുവനേശ്വർ കുമാർ ഒക്കെയാണ്. മോശമാണെന്നല്ല പറയുന്നത്, പക്ഷെ പിച്ച് ഒരു അല്പം സ്ലോവർ ആവണമെന്നത് വിരാട് കോഹ്ലി തന്നെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് റൊമാൻ ഋഷഭ് 8 ബോളിൽ 14. അങ്ങനെ അവർ അനായാസം 15 ഓവറാമത്തെ കളി വരുന്നത് വിട്ടുപോയി. 150 റൺസ് എടുത്തു 149 റൺസിലേക്ക്. ഇപ്പൊ ഈ കളിക്ക് ശേഷം കൃത്യമായിട്ട് LSG സ്റ്റാൻഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള നിക്കോളാസ് പൂറൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിക്കോളാസ് പൂറൻ പറയുന്നു നമുക്ക് ഈ സീസൺ ഭയങ്കര ടഫാണ്. നമ്മള് ഇതുവരെ ബാറ്റ് കൊണ്ട് കൃത്യമായ സ്കോറിങ്ങിലേക്കൊന്നും പോയിട്ടില്ല, നമുക്ക് എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നും നിക്കോളാസ് പൂറൻ ബാറ്റ് കൊണ്ട് പറയുന്നു. അദ്ദേഹം തന്നെ പറയുന്നു, എന്റെ ഗെയിമും വളരെ സ്ട്രഗിളിങ്ങിലാണ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സീസൺ മൊത്തത്തിൽ ഇത് മാറ്റിയെടുക്കാനുണ്ട്. നമുക്ക് ഇനിയും കുറെ ഓപ്പർച്യൂണിറ്റി വരും. 5 മാച്ചേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും 9 മത്സരങ്ങളുണ്ടെന്നും നിക്കോളാസ് പൂറൻ പറയുമ്പോൾ LSG ആരാധകർക്ക് ഇപ്പോൾ പ്രതീക്ഷയുണ്ട് അവരുടെ ടീമിൽ. വിരാട് കോഹ്ലിയാണ് നമുക്ക് ഓൾറെഡി പറഞ്ഞല്ലോ ഒളിമ്പിക് അദ്ദേഹത്തിനാണ്, പക്ഷെ 100% ഫിറ്റ് അല്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രജത് പട്ടിദാറിന്റെ കാര്യം അദ്ദേഹം പറയുന്നത് എന്താ അറിയോ, ഫാന്റാസ്റ്റിക് ബോളിംഗ് ആണ് നമ്മുടെ ബൗളിംഗ് യൂണിറ്റ് ഇപ്പോ. പ്രത്യേകിച്ചിട്ടും കൃണാൽ പാണ്ഡ്യയുടെ കാര്യം, അദ്ദേഹത്തിന്റെ 4 ഓവർ മതി നമുക്ക് വിജയിക്കാനെന്ന് RCB നായകൻ രജത് പട്ടിദാർ പറയുന്നു. പിന്നെ ഭുവനേശ്വർ കുമാർ അദ്ദേഹം ഓൾവേസ് സ്പെഷ്യൽ ആണെന്നാണ് രജത് പട്ടിദാർ പറയുന്നത്. പിന്നെ ഹേസിൽവുഡാണ് ഇന്നലെ കളിച്ചത്, ജേക്കബ് ഡഫിക്ക് റെസ്റ്റ് ആയിരുന്നു. അവരിപ്പോ ആൾട്ടർനേറ്റീവ് ആയി കളിപ്പിക്കുന്നത്, അതായത് ഒരു കളി ജേക്കബ് ഡഫിക്ക് മറ്റേ കളി ഹേസിൽവുഡ്, അങ്ങനെയാണ് അവർ കളിപ്പിക്കുന്നത്. പിന്നെ പ്ലെയർ ഓഫ് ദ മാച്ച് കൊടുത്തായിരിക്കുക ജോഷ് ഹേസിൽവുഡ്. അദ്ദേഹം 4 ഓവർ 20 റൺസാണ് കൊടുത്തത് ഒരു വിക്കറ്റിന്. അദ്ദേഹത്തിന് ഇന്നലെ ലൈന് ലെങ്ത് ഒക്കെ ഫാന്റാസ്റ്റിക് ആയിരുന്നെന്നും രജത് പട്ടിദാർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പൊ രജത് പട്ടിദാർ ഇന്നലെ RCB ജയിപ്പിക്കുന്നു. അവർ 5 മത്സരത്തിൽ 4 വിജയവുമായി 8 പോയിന്റോടെ 1ാം സ്ഥാനത്തുള്ള ടീമാണ് ഇപ്പോ. RCB ഇത്തവണയും കിരീടത്തിലേക്ക് പോയി അത്ഭുതപ്പെടാൻ ഇതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ വെൽ ബാലൻസ്ഡ് സ്ക്വാഡാണ് RCB ഇത്തവണത്തത്. പ്രത്യേകിച്ച് കൃണാൽ പാണ്ഡ്യയുടെ ഫോം അവർക്ക് എടുത്തും പറയേണ്ടതാണ്. LSGയുടെ കാര്യത്തിൽ LSG ഇപ്പൊ കളിച്ച 5 മത്സരത്തിൽ 3 പരാജയപ്പെട്ട് 2 മത്സരം വിജയിച്ചു. LSGക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ബാറ്റിംഗിൽ അങ്ങനെ സെറ്റ് ആവുന്നില്ല. അവരുടെ ടോപ്പ് ഓർഡർ ആരും ക്ലിക്ക് ആവുന്നില്ല. ഏഡൻ മാർക്കോ, റിച്ചിൽ മാഷ്, നിക്കോളാസ് പൂറനും ഋഷഭ് പന്തും ഒന്നും ക്ലിക്ക് ആവുന്നില്ല. ആകെ ഒരു മുകളിൽ ചൗധരി ആയുഷ് ബഡോണ് മാത്രമേ ബാറ്റിംഗിൽ ക്ലിക്ക് ആവുന്നുള്ളൂ. ബൗളിങ്ങിന്റെ കാര്യത്തിലും സംശയങ്ങളുണ്ട്. മുഹമ്മദ് ഷമി മാത്രമാണ് ഒരു അല്പമെങ്കിലും അവർക്ക് കൃത്യമായ ലൈനിൽ ഞങ്ങൾക്ക് പന്തറിയുന്നത്, വേറെ ആരും എറിയുന്നില്ല. അങ്ങനെ അവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ഈ സീസണിലേക്ക് അധിക ദൂരം പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിന് ഏതായാലും ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വീഡിയോസിനെ അവർ വീണ്ടും എത്തുന്നതായിരിക്കും.